നമസ്കാരം, അമൃതാണ്. ഈ സിനിമ ശരിക്കും എന്നെ നിരാശപ്പെടുത്തി. മെയിനായിട്ട് ഇതിനകത്ത് ബിജു മേനോൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളൊരൊറ്റ റീസൺ കൊണ്ടാണ്. പിന്നെ വിഷ്ണു മോഹൻ അദ്ദേഹത്തിൻ്റെ മേപ്പടിയാൻ എന്ന സിനിമ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹത്തിന് ഒരു നാടൻ കഥാപാത്രമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും അദ്ദേഹം ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു. അതിൻ്റെതായിട്ടുള്ളൊരു പുതുമ ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. എന്നാലൊരു കുഞ്ഞു സിനിമയായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഫ്രം ദ ഡയറക്ടർ ഓഫ് മേപ്പടിയാൻ സിനിമ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ക്യാമ്പയിൻ ചെയ്യുന്നത്, ഈ മൂവീനെ പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ പ്രൊമോഷണൽ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തതാണ്. കുറച്ച് ഓവറായിട്ട് തോന്നി. അത് പല സിനിമകളും പരാജയപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രീ പ്രൊമോഷൻ, അതായത് മൂവി വരുന്നതിന് മുമ്പേ ഉള്ള മിസ്ഗൈഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും പെർഫോമൻസ് കാണിച്ചുകൊണ്ടുള്ള ഈ ഓൺലൈൻ പാറ്റ ചാനലുകളുണ്ടല്ലോ, ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് പബ്ലിക് ഇത്തരത്തിലൊരു സിനിമ വരുന്നെന്ന് അറിയുകയും വേണം. അപ്പം അത്തരത്തിലുള്ള ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്ഗൈഡിങ് പ്രൊമോഷണൽ വീഡിയോസ് ആണ് സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളെ കൂടുതൽ നിരാശപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ മൂവിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത പ്രൊമോഷണൽ ക്യാമ്പയിൻസ് എല്ലാം ശരിക്കും അത് കണ്ടപ്പോഴേ തോന്നി വലിയ സംഭവമൊന്നും ഇതിനകത്ത് കാണത്തില്ലെന്ന്. എന്നാൽ ഈ സിനിമ ഒരു നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ നോൺ ലീനിയർ ആയിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് സിനിമ അങ്ങോട്ട് വെൽ സിങ്ക് ആയില്ലെങ്കിൽ ആ തിരക്കഥയും അതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മളിലങ്ങനെ ഒരു ആകാംക്ഷ ജനിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം വർക്ക് ആകത്തില്ല. ഈ സിനിമ എനിക്ക് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോണില്ല, കാരണം അത് സ്പോയിലർ ആയി പോകും. പക്ഷെ എങ്കിലും ഇതിനകത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഒരു കുട്ടിക്കാലം, ഒരു ബാല്യകാലം കാണിക്കുമ്പോഴത്തേക്ക് ഒരു അച്ഛന്റെ വേദന, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബാക്കി ബിജു മേനോൻ ചെയ്ത കഥാപാത്രമായിരുന്നാലും അദ്ദേഹത്തിന്റെ പല കാലഘട്ടങ്ങൾ പോലെ അത് ആദ്യമൊക്കെ നമുക്കത് ഒരു രീതിയിലും മനസ്സിലാകത്തില്ല. എനിവേ അതൊക്കെ ഡയറക്ടോറിയൽ സ്കില്ലായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പല കാലഘട്ടങ്ങളിലുള്ള കഥകളാക്കി നമുക്ക് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോൺ ലീനിയർ ആയിട്ട് അത് സ്റ്റോറി ടെൽ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ നോൺ ലീനിയർ ആയിട്ടൊരു സിനിമ എടുത്ത് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ആ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ കുറച്ചും കൂടെ ഒരു വെൽ ഫിറ്റ് ആയ അല്ലെങ്കിൽ വെൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് ഈ മേതിൽ ദേവിക എന്ന് പറയുന്ന ആക്ട്രസ്, പുള്ളിക്കാരത്തി ഒരു അഭിനേത്രി ആയിട്ടൊന്നും തോന്നിയില്ല. പുള്ളിക്കാരത്തി ഒരു ന്യൂ ഫേസ് അവരെ ഒരു അരങ്ങേറ്റം പോലെ സിനിമയിൽ കൊണ്ടുവന്നെന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവരുടെ അഭിനയ പ്രകടനമൊന്നും ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമായിട്ട് പറയത്തക്ക ഒരു അഭിനയ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു വലിയ സംഭവമുള്ള ഒരു കഥാപാത്രവും അല്ലായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരും ഒന്നൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്, അതൊക്കെ വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എങ്ങനെയെങ്കിലും ഈ സിനിമ ഹാഫ് ടൈം ആയപ്പോൾ തന്നെ സ്വിച്ച് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ടിക്കറ്റ് എടുത്തു പോയി എന്നാൽ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ച് മാത്രം ഇരുന്ന് കണ്ടതാണ്. തിയേറ്ററിനകത്ത് ഓവറോൾ റെസ്പോൺസ് എല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും പല ആക്ടിവിറ്റീസിൽ ഫോണും ഒക്കെ എടുത്ത് വെച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ പറയുന്ന ടെക്നിക്കൽ ആസ്പെക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ വിഷ്വലി ഒക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഓഡിയോ വിഷ്വൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു എഫക്റ്റോ അങ്ങനെയുള്ള ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും എനിക്ക് ഈ സിനിമയ്ക്കകത്തൊന്നും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ അടുത്ത് സിനിമ കണ്ടതിൽ, കാരണം മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം എന്നൊക്കെ നമ്മൾ കിഷ്കിന്ദ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ മലയാള സിനിമയ്ക്ക് മാറ്റം വരും. പുതിയ സ്ക്രിപ്റ്റ്സ്, പുതിയ രീതിയിലുള്ള പ്രസന്റേഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പുതിയ അപ്രോച്ചസ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് സെയിം ടൈം ഇപ്പോൾ വാഴയൊക്കെ അതിനൊരു നല്ല എക്സാമ്പിളാണ്. കാരണം വളരെ സിമ്പിളായിട്ട്, വളരെ ലോ കോസ്റ്റിൽ, വലിയ ഗംഭീര ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നല്ല വിജയം കൈവരിച്ച ഒരു സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ വരെയും ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതുപോലുള്ള, എനിക്കിത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. പിന്നെ ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടത് വളരെ നന്നായി എന്ന് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്തത്. കാരണം കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്ന രംഗങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുട്ടികളെ ഒന്നും കൊണ്ടുപോയി കാണിക്കത്തക്ക ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആകെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഈ ബാല്യകാലം വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ആ കുട്ടിയുടെ അച്ഛൻ്റെ കുറച്ച് ഇമോഷണൽ, അത് കുറച്ച് സെന്റിമെന്റൽ സീൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചൊന്ന് വർക്കൗട്ടായി. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിന്റെ ഒരു പ്രകടനം കൊണ്ട് നമ്മളെ അത് ടച്ച് ചെയ്തു. അത് മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. ബാക്കി ബിജു മേനോൻ ആയിരുന്ന പോലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ടാലന്റിനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യത്തക്ക ഒരു കഥാപാത്രമൊന്നും ആയിരുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിലുള്ള പോരായ്മയായിരിക്കണം. പൊതുവെ ഞാൻ എല്ലാ റിവ്യൂസിലും പറയാറുള്ളതാണ്, ഒരു കോണ്ടന്റ് റൈറ്ററും ഡയറക്ടറും ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് സിനിമയ്ക്ക് വരാറുള്ളതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇത് രണ്ടും വർക്കായില്ല. അത് ആ ഒരു നോൺ ലീനിയർ ആയിട്ട് കഥ പറയാൻ ശ്രമിച്ചതിലുള്ള ഒരു പാളിച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അടുത്ത് കണ്ടതിൽ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് പിക്ക് ചെയ്ത സിനിമ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എൻ്റെ സെലക്ഷൻസ് ഒന്നും മോശമായില്ല ഈ അടുത്ത കാലത്ത്. എന്നാൽ ആ ഒരു ലിസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് സെലക്ഷൻ മോശമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ള പലർക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഒപ്പീനിയൻസ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് കമൻറ്റ് എഴുതാം. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.